ഡൈ ചെയ്യാതെ തന്നെ മുടി കട്ടക്കറുപ്പാകും കേട്ടോ. നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഈ പറയുന്ന 2 ചേരുവകൾ മാത്രം ചേർത്താൽ മതി നല്ല രീതിയിൽ നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് നമ്മുടെ മുടി ഫുള്ളായിട്ട് നരച്ചവർക്ക് കറുക്കത്തില്ല. അവിടെ എവിടെയായിട്ട് 1-2 മുടിയൊക്കെ കറുത്തിരിക്കത്തില്ല. അതായത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലും നമ്മുടെ മുടി, അതായത് ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് അവിടെ എവിടെയായിട്ട് നരച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് ഇത്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളിലാണ് ആദ്യം തന്നെ ഈ ഫ്രണ്ട് ഭാഗങ്ങളിൽ 1-2 മുടി നരയ്ക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് നമ്മുടെ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള മുടിയും കൂടെ പെട്ടെന്ന് നരച്ചു പോകും. പക്ഷേ ഈ കാര്യം ഈ ഡൈ ചെയ്യുന്നവർക്ക് അറിയത്തില്ല. അങ്ങനെയാണ് അവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ 1-2 മുടി ആദ്യം നരച്ചിരിക്കത്തുള്ളൂ. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങി അടിക്കുന്ന സമയത്ത് ബാക്കി മുടിയും കൂടെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഡൈക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല, നമ്മളെ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനും പറ്റും. ഒരു പേടിയില്ലാതെ നമുക്ക് നമ്മുടെ ഹെയറിനെ ഡൈ ചെയ്യാനും പറ്റും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾ മുതൽ തന്നെ മുടി നരച്ച് തുടങ്ങാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് അത് ഭാഗ്യനരയാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ കുറച്ച് എന്തെങ്കിലും നമ്മുടെ പ്രോട്ടീനിൻ്റെയോ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ചേഞ്ചൊക്കെ കാരണമായിരിക്കും അങ്ങനെ മുടി നരച്ച് തുടങ്ങുന്നത്, 1-2 മുടിയൊക്കെ. അത് നമ്മൾ കുഞ്ഞിലെ തന്നെ ഒന്ന് ഗൗരവത്തോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈയിൽ നമ്മൾ എണ്ണയോ നീലാമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ലേ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് പുളിച്ചിട്ട് നല്ല കുറുകിയ കട്ടിയിലിരിക്കത്തില്ലേ, ആ കഞ്ഞിവെള്ളം ആകുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇന്ന് വടിച്ച വെള്ളം അതായാലും മതി. നമ്മുടെ കഞ്ഞിവെള്ളത്തെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. മുടി നല്ല ഫാസ്റ്റായി വളരാനും അതുപോലെ തന്നെ താരൻ മാറാനും നമ്മുടെ മുടിക്ക് സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തെ പറ്റി പറയേണ്ട കാര്യമല്ല. പണ്ടുള്ള ആൾക്കാർ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മുടെ കരിഞ്ജീരകമായിട്ട് എണ്ണ കാച്ചാറുണ്ട്. അപ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പിലിരിക്കാനും നല്ല രീതിയിൽ കറുത്ത മുടി ലഭിക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കരിഞ്ജീരക എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കരിഞ്ജീരകം ഇട്ട് വച്ചിരുന്നാൽ മാത്രം മതി. അതായത് ഇട്ടിട്ട് നല്ല വെയിലത്ത് 1-2 ദിവസം നമ്മൾ ഇട്ട് വച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് നല്ല കരിക്കട്ട കളറാവും കേട്ടോ. അത് പിന്നെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്താൽ വേറെ ഒരു പരിപാടി നമ്മൾ അതിൽ ചെയ്യേണ്ടി വരത്തില്ല. മുടി നരച്ചതിന് ശേഷം ചികിത്സ നൽകുന്നതിനേക്കാളും നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കരിഞ്ജീരക എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകം ഒരു 4-5 ടീസ്പൂൺ എടുക്കണേ. ഇനി നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ 2-3 സ്പൂൺ നമ്മൾ കരിഞ്ജീരകം എടുത്തില്ല, അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ടിട്ടേക്കണം. അതായത് വെയിറ്റ് ചെയ്യണം കുറച്ച്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്ക ഉണങ്ങിയതുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ പച്ച നെല്ലിക്ക ചേർത്താലും മതി. ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലുള്ളത് ആ രീതിയിൽ നമുക്ക് ചേർത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഉണക്ക നെല്ലിക്ക അല്ലെങ്കിൽ പച്ച നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ ഒരു 7-8 നെല്ലിക്ക എടുക്കണേ. പൊടിയാണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. ഇനി ഈ നെല്ലിക്ക പൊടിയോ അല്ലെങ്കിൽ ഉണങ്ങിയതോ അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നമ്മൾ നേരത്തെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ കരിഞ്ജീരകം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് രാവിലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം. നമ്മുടെ കഞ്ഞിവെള്ളവും കരിഞ്ജീരകവും അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയോ അല്ലെങ്കിൽ കട്ട് ചെയ്തതോ ഇട്ടത് നല്ല രീതിയിൽ അടച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമയമില്ലാത്തവർക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ബാക്കി പ്രോസസ്സ് ചെയ്യുക. അല്ല എങ്കിൽ ബാക്കി പ്രോസസ്സ് നമുക്ക് വൈകിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി വൈകിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയതിന് ശേഷം നമ്മുടെ ഞവരയിലയില്ലേ, അതായത് പനിക്കൂർക്കയുടെ ഇല, അത് ഒരു 7-8 എണ്ണം എടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഞവരയിൽ എടുക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നീരിറക്കം, ജലദോഷം അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് തണുപ്പുള്ള സാധനമല്ലോ. അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളം, അപ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും, എഫക്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തേന് ഒരു മഞ്ഞ ഒരു ദ്രാവകം അതിൽ നിന്ന് വരും. അതിന് നമ്മൾ മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആ മഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അലർജി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് അതിൻ്റെ ജ്യൂസല്ല, അതായത് ആ മഞ്ഞ ജ്യൂസ് ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. നമ്മുടെ അലോവേര എന്ന് പറയുന്നത് മുടി ഒരു പരിപരുത്ത അവസ്ഥയിലിരിക്കുന്നവർക്ക് അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുവേ. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാനും നമ്മുടെ അലോവേര ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മളത് നല്ലവണ്ണം അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇരുമ്പ് ചീനച്ചട്ടി, അതായത് തുരുമ്പിച്ച അവസ്ഥയിലുള്ള ചീനച്ചട്ടി. നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് നമ്മുടെ മഴയൊക്കെ പെയ്തതിന് ശേഷം ചെറുതായിട്ട് തുരുമ്പിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി ഒന്ന് കമത്തി വയ്ക്കുന്ന സമയത്ത് തന്നെ ചെറിയ തുരുമ്പൊക്കെ കാണും. ആ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇത് കഴുകേണ്ട കാര്യമില്ല, കാരണം നമുക്കിതിൽ നമ്മുടെ ആ ഇരുമ്പിൻ്റെ പൊടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ സാധനം ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കി അടച്ചു വെക്കണം. നമ്മുടെ നാച്ചുറൽ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ പ്യുവറായിട്ട് ഡൈ ആയി മാറിയിട്ടുണ്ടാകുമേ. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷാമ്പു ചെയ്ത് നമ്മുടെ ഹെയർ വാഷ് ചെയ്ത ഒരു മുടിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഒരു കാരണവശാൽ ഇത് നമ്മുടെ കെമിക്കൽ ഡൈ നൽകുന്നത്ര ഈട് നൽകത്തില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ 1-2 വാഷ് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഇത് കളർ ഡിമ്മായി പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ ഡൈയുടെ അതേ എഫക്റ്റ് കിട്ടത്തില്ല. ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. ഇതുവരേക്കും ബൈ ബൈ.